ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാനിവിടെ ഒരു 3-4 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പുഴുങ്ങിയിടാം. പിന്നെ കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബീഫ് അല്ലെങ്കിൽ ചിക്കൻ്റെ എടുത്താലും മതി കേട്ടോ. ഉണ്ടോ, മിക്സ് ചെയ്തതാണ്. ബീഫ് നമുക്ക് വേപ്പിച്ചെടുക്കാണ്ട് ഒരു പൊട്ടാറ്റോ ചാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങ് പീസാക്കിയിട്ട് വേപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ തന്നെ വേപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് തോട് കളഞ്ഞെടുക്കും. അത് നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇത് ബീഫ് കുറച്ച് മുളകും മഞ്ഞളും ഇട്ടിട്ട് അതും വേപ്പിച്ചെടുക്കാം. മുളകിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഒന്ന് കുഴച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വേപ്പിച്ചെടുക്കാം. ഉപ്പിടണം അതിൽ. പിന്നെ ഉരുളക്കിഴങ്ങ് വേപ്പിച്ചെടുക്കാം. ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുക. ഈ വെന്ത ഉരുളക്കിഴങ്ങ് നന്നായി മാഷ് ചെയ്തിട്ട് എടുക്കണം. നന്നായി ഉടച്ചെടുത്താൽ മതി. ഇത് നന്നായി ചേർത്ത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സവാള ചെറുതാക്കി അരിയാൻ പൊടിഞ്ഞരിഞ്ഞ സവാള, അപ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് നന്നായിട്ട് കഴിഞ്ഞ് നെരിഞ്ഞിട്ട് അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് നന്നായി ഒന്ന് വെന്ത് വന്നാൽ മതി. സവാള ഒക്കെ നോക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാണ്ട്. കുറച്ച് ഗരം മസാല പൗഡർ, കുരുമുളക്, നമ്മൾ മഞ്ഞളും മുളകും ഉപ്പിട്ട് വേവിപ്പിച്ചതാണ്. ഉണ്ടാക്കി കൊടുത്തിട്ട് കുറച്ച് മല്ലിയില, ഇപ്പോൾ തന്നെ കുറച്ച് പച്ചമുളക് വേവിപ്പിച്ചിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് ചെറുതാക്കി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പം കൂടുതലാണ്. ഇത് നന്നായി ആക്കി ചേർത്ത് വയ്ക്കാം. ഇത്തിരി ഉപ്പ് ഈ സവാളക്കൊക്കെ വേണ്ടി വരും. അത് നമുക്ക് എടുക്കാം. നന്നായി ആക്കി ചേർക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ വൃത്തി ചേർത്ത് വെക്കണ്ടോ. ഇതെല്ലാം നല്ലോണം സവാളയൊക്കെ ഇതിൽ ചേർന്ന് വന്നു. ഉപ്പും മുളകും ഒക്കെ ചേർന്ന് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് വേപ്പിച്ചിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചു. ഇതേമാതിരി കുറച്ച് ഓയിൽ കൈമലെടുക്കുക. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിന് എടുക്കുക. നന്നായി കൈൻ്റെ അടിയിൽ വെച്ചിട്ടോ. ഇതേമാതിരി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫിലെ അതിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല ഷേപ്പാക്കിയിട്ട് എടുത്താൽ മതി. ഇട്ടിട്ട് ഏകദേശം കട്ട്ലേറ്റ് പോലെ ആക്കിയെടുത്താൽ മതി. ഇതേമാതിരി ഇതുപോലെ നെക്സ്റ്റ് എടുക്കുക. കൈൻ്റെ അടി വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. നമ്മളുണ്ടാക്കി വെച്ച ബീഫില്ലേ, ഇത് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കട്ടോ. ഇനി വെജിറ്റബിൾ വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതുപോലെ നല്ല ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തതെല്ലാം ഈ മൈദ കൊടുന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്, ഉപ്പിട്ടിട്ട്. പിന്നെ കോൺഫ്ലവർ ഉണ്ട്. അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചത് നമുക്ക് ഈ മൈദയിൽ മുക്കിയെടുക്കുക.
പിന്നെ ബ്രെഡ് ക്രംസ്, മൈദയും ബ്രെഡ് ക്രംസുമാണ്. ബ്രെഡ് ക്രംസിൽ ആക്കിയെടുക്കാം. ഇതെല്ലാം മാതിരി ചെയ്തെടുക്കാം. മൈദ ഉപ്പിട്ട് കലക്കിയതാണ്. ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. മൊഴിഞ്ഞ് വെക്കാം. തിരിച്ച് വെച്ചെടുക്കാം. ഇതുപോലെ തിരിച്ച് വെച്ചെടുക്കാം. ആവശ്യം നന്നായി വെന്തോ. ഫുൾ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ മുക്കി പൊരിച്ചെടുക്കുന്നില്ല, ഇതുപോലെ പൊരിച്ചെടുത്താൽ മതി. ഇത് നല്ലോണം മുറിച്ച് വന്നിട്ടുണ്ട്. ഇതെടുക്കാം. ഇതടുത്ത് മേലെത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ ഇട്ട് കൊടുത്താൽ കൈ കൊള്ളും. ഇത് കൊടുക്കണം. ഇപ്പം നമ്മൾ പൊട്ടാറ്റോ ചോപ്പെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ. നിങ്ങളെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. ഇതുണ്ടോ, ഇതുപോലെ ഇരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടോ, സോസ് ഉണ്ടെങ്കിൽ മുക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് ഞാൻ മാഷ് ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉപ്പിടാൻ മറക്കണ്ട. ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.